ബാബുക്കുഞ്ഞോ? ബാബുക്കുഞ്ഞ് എന്തൊക്കെയുണ്ട് കുമാരേട്ടാ? കുഞ്ഞ് എവിടെയായിരുന്നു? നമ്മുടെ വീട്ടിലെ കാര്യം വല്ലതും അറിയാവോ? കുഞ്ഞ് പോയ അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശാട്ട കാര്യം പോലെയായി. വീട് നാനാവിധമായി കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും കുഞ്ഞ് ഇതൊന്ന് ശരിയാക്കണം. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഇതിലൊക്കെ കഷ്ടം. മൂത്ത് നിങ്ങൾ രണ്ടും ബോർഡിങ്ങിലാണ് കുഞ്ഞ്. ഇനിയൊന്നും കുമാരേട്ടൻ പറയണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. സജിയും നീനയും കാണാൻ അവരുടെ അച്ഛൻ വരാറുണ്ടോ? ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. കുട്ടികൾ രണ്ടും വളരെ ഗ്ലൂമിയാണ്. പേരൻസ് ഇടയ്ക്കിടെ അവരെ വന്ന് കാണുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യാം സിസ്റ്റർ. ദേ അവര് വരുന്നുണ്ട്. മക്കളെ, ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം ചിറ്റപ്പ. അമ്മ എടുത്തു കൊണ്ടുപോയാൽ മതി. അവിടെ കൊണ്ടുപോകണ്ട. അങ്ങനെ പറയരുത്. ഡാഡി നല്ല കാര്യം. നല്ല ഡാഡി ആണെങ്കിൽ എന്നെ തല്ലോ ചിറ്റപ്പ. ഉഷേന്റെ അമ്മ കല്യാണി ഒക്കെ ഞങ്ങളെ തല്ലി ചിറ്റപ്പ. ഇവിടെ എല്ലാ കുട്ടികളും പറയുന്നത് ഞങ്ങളെ കാണാൻ ആരും വരത്തില്ലെന്ന്. ഞങ്ങൾ അനാഥ കുട്ടികളാണോ ചിറ്റപ്പ? ഇല്ല മക്കളെ, നിങ്ങൾ അനാഥരല്ല. നിങ്ങൾക്ക് ഈ ചിറ്റപ്പനുണ്ട്. ഞങ്ങള് ചിറ്റപ്പന്റെ കൂടെ വരും. മക്കളെ, അടുത്ത ആഴ്ച വന്ന് ചിറ്റപ്പൻ കൂട്ടിക്കൊണ്ടു. പ്രോമിസ്. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ചെറുതി, ഞാൻ ചെയ്ത തെറ്റിന് മാപ്പി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. കഴിഞ്ഞതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ ദയവ് ചെയ്ത് ഇവിടെ ഒന്ന് പോകൂ. ഞാൻ പറയുന്നത്, എന്റെ കുടുംബജീവിതം നീ തകർത്തു. ഇനി ഞാൻ മരിക്കുന്നത് കൂടെ നിനക്ക് കാണണോ? ചേട്ടത്തി, അമ്മാവൻ ഇതെവിടെ പോയിട്ട് വരുന്നു? നരകത്തില്. വേണ്ട, നീ ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഓ ഇന്ദു, ആരാണടി അവൻ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ ആരാണെന്നാ ചോദിച്ചത്? ബാബു. ഏത് ബാബു? എന്റെ ഭർത്താവിന്റെ അനുജൻ. ഭർത്താവിന്റെ അനിയനോ അതോ നിന്റെ രഹസ്യക്കാരനോ? നാണം കെട്ടവളെ, നീ ഇത്തരക്കാരിയാണോടി? പാലം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അച്ഛനെ പറയുന്നു. വേണ്ട, നീ എന്നെ അച്ഛന്ന് വിളിക്കണ്ട. ഒരു പിഴയട്ടവളുടെ അച്ഛനല്ല ഞാൻ. അവന്റെ ഒരു ചിറ്റപ്പൻ. എടീ, ഒരു കാര്യം പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കുന്നത് ഭർത്താവിന്റെ വീട്ടില. നാളെ തന്നെ നീ അവിടെ പോണം. അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. നിങ്ങളിങ്ങനെ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന പണി നടക്കില്ല. അവനെ തകർക്കണമെങ്കിൽ പണം ചെലവാക്കണം. ഞാൻ എന്ത് ചെയ്യണം റപ്പായി പറയുന്നു? ഒരു 500 രൂപയും കൊടുത്താ വേല റപ്പായി കാണിച്ചു തരാം. 500 രൂപയോ? കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒറ്റ രോഗി പോലും പഠിക്കാത്ത കയറിയിട്ടില്ല. കാശിന് വലിയ വലിയ റപ്പായി. എന്നാ വലിച്ചോണ്ടിരുന്നോ? എനിക്കെന്താ? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ. റപ്പായി പിണങ്ങാതെ, ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞ. ആട്ടെ, നിങ്ങൾക്ക് ഒരു 200 രൂപ ഉണ്ടാക്കാവോ? എല്ലാരും ഇച്ചിരിച്ച വെള്ളം മേടിച്ചു കൊടുക്കാനാ. അവനെ ഞാൻ കെട്ടിച്ചു തരാം. ശരി, സമ്മതിച്ചിരിക്കും. നിങ്ങൾ എന്തിനു മനുഷ്യ ബാംഗ്ലൂരിൽ നിന്ന് ഓടി പഠിച്ച് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? നീ 5000 രൂപയല്ല എന്റെ ഈ തന്നത്. അത് ഞാൻ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ പണിയോടങ്ങനെ എന്ത് ചെയ്യും? കാശുണ്ടാക്കാതെ ഒന്നും നടക്കത്തില്ല. ആട്ടി ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? അവൻ അവക്ക് കുറച്ച് സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാ നമുക്കിത് വിൽക്കാം. നിങ്ങൾക്ക് അതല്ലേ അറിയാവൂ. പിന്നെ കാശ് എന്ത് ചെയ്യും? കാശുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? എന്താണ്? എടി, അവൻ DSP ആണ്. DSP അല്ല ASP ആയാലും ഇതിന്റെ മുന്നിൽ അവൻ ഡിഫീറ്റാ.
നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പ്രയോഗിച്ച് നോക്ക്. നിങ്ങൾ നോക്കിക്കോ, പെട്ടി നിറച്ച് പണവുമായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നു. നേരോ? ഉഷേ, എനിക്ക് ബാലനോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട്. ബാല, എന്താ അമ്മായി? ഉഷയും നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല. എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? ഉഷ ഗർഭിണിയാണ്. ഞാൻ മൂലമോ? പിന്നെ അല്ലാതെ ഇവിടെ ആരാ ഉള്ളത്? ഓ, അത് ശരിയാ. എന്റെ മോൾ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു. ഞാൻ അവളെ നശിപ്പിച്ചത്. നീ തന്നെ ഉടനെ പരിഹാരം ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മായി പറയുന്നത്? നീ അവളെ വിവാഹം ചെയ്യണം. വിവാഹമോ? പിന്നെ എനിക്ക് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. വേറെ മാർഗമൊന്നുമില്ലേ? വേറെന്ത് മാർഗം? വല്ല മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചിരിക്കണ്ട, എന്റെ മനസ്സിൽ തീ ആളിക്കത്തുകയാ. ഉഷേ, ഉഷേ, ബാലേട്ട, ഒരമ്മയുടെ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്താ ബാലേട്ട? ഞാൻ മൂലം നീ ഗർഭിണിയാണോ? പറയൂ. അതെ. അതെ. അമ്മായി, ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ? 2 ലക്ഷം രൂപ തന്നേക്കാം. 2 ലക്ഷമോ? അതിനുള്ള പേറ്റ് പറയാനില്ലല്ലോ. പതുക്കെ ഒരു 4 ലക്ഷം രൂപ ആയാലോ? 4 ലക്ഷമോ? ശരി, രൂപ എന്റെ കൈ തരണം. അമ്മാവന്റെ കൈ കൊടുക്കാൻ പറ്റില്ല. അവളെ പെറ്റ് വളർത്തിയത് ഞാനാ. അപ്പൊ കാശ് കിട്ടിയാൽ ഗർഭം താനേ പോകും അല്ലേ? അമ്മായി, 2 വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ. എന്നെ വിരട്ടി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ? എഴുന്നേക്ക്, ഇങ്ങോട്ട് മാറി നിൽക്കടി. അമ്മയും മകളും കൂടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണല്ലേ? നാണം കെട്ട പരീക്ഷകൾ. എല്ലാത്തിനും ഈ നിമിഷം ഇവിടെ അടിച്ചിറക്കണം. ഏറ്റമല്ലേ അടിച്ചിറക്കി ഇരുവച്ചാണോ തെളിച്ചേക്കാം. ഇങ്ങോട്ട് വാടോ ഇറങ്ങി. എന്താ ഒരു അമാന്തം പോലെ ഇറങ്ങി വാടി. ആനോടെ കയറി. ഞാനിവിടെ ഉണ്ടേ. എന്താ എന്റെ കയ്യിലിരിക്കുന്നത്? തേങ്ങ മോഷിച്ചു വെച്ചിരിക്കുന്നു. ഓണ വഴിക്ക് ഗണവഴിക്ക് അടിക്കാനാ? നിങ്ങളെ വളരെ ആഘോഷമായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതാണ്. പക്ഷേ ഏമാനെ ഓർത്തിട്ട് ഞാനത് ചെയ്യുന്നില്ല. നിനക്കോടാ അറിയാവോടാ? നിനക്കോ? നിനക്കോടി? ഓ, നീ കുറെ ഓടിയവളാണല്ലോ. ഇവിടുന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്നേ തിരിഞ്ഞു നോക്കാവൂ.